റഷ്യൻ ആക്രമണം തുടരുന്നതിനിടെ അതികഠിനമായ ഒരു ശൈത്യകാലത്തെ നേരിടാൻ ഒരുങ്ങുന്ന യുക്രൈനിൽ നിന്നുള്ള വാർത്തകൾ ഏറെ ആശങ്കാജനകമാണ്. രാജ്യത്തെ ഊർജ്ജ മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെടുന്നതോടെ വരും മാസങ്ങളിൽ യുക്രൈനിൽ ജനത നേരിടേണ്ടി വരുന്നത് വലിയൊരു പ്രകൃതിദത്തവും മാനുഷികവുമായ വെല്ലുവിളിയായിരിക്കും. ഈ പശ്ചാത്തലത്തിൽ മുൻനിരയിൽ പോരാടുന്ന സൈനിക ഉദ്യോഗസ്ഥർ മുതൽ രാജ്യത്തിന്റെ ഭരണ തലവൻ വരെ നൽകുന്ന മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്ന ഗുരുതര പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. യുക്രൈനിയൻ സൈന്യത്തിലെ പ്രമുഖ കമാൻഡർമാരായ മേജർ യൂറി ഫെഡറോങ്കോ രാജ്യത്തെ സാധാരണക്കാരോട് വരാനിരിക്കുന്ന ശൈത്യകാലത്തിനായി അടിയന്തരമായി സജ്ജരാകാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജനറേറ്ററുകളും ബാക്കപ്പ് ബാറ്ററികളും മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധമുഖത്തെ പ്രതിസന്ധികൾക്ക് പുറമെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ പോലും താറുമാറാക്കുന്ന തലത്തിലേക്ക് തണുപ്പുകാലം മാറുമെന്ന യാഥാർത്ഥ്യമാണ് സൈനിക നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ശൈത്യകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് രാജ്യത്തെ ഊർജ്ജ മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതീവ ഗുരുതരമാണ്. വരാനിരിക്കുന്ന ഹീറ്റിംഗ് സീസണിന് മുന്നോടിയായി മാത്രം ഏകദേശം 650 ദശലക്ഷം യൂറോയുടെ കൂറ്റൻ സാമ്പത്തിക കമ്മി യുക്രൈന്റെ ഊർജ്ജ മേഖലയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തകർന്നടിഞ്ഞ പവർ പ്ലാന്റുകളും വിതരണ ശൃംഖലകളും പുനരുദ്ധരിക്കാൻ മതിയായ ഫണ്ടില്ലാത്തത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി ഇരട്ടിയാക്കുമെന്ന് സാരം. റഷ്യൻ വ്യോമാക്രമണങ്ങൾ തുടർച്ചയായി ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ശൈത്യത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു തെർമൽ പവർ പ്ലാന്റ് പോലും ശേഷിക്കാത്ത രീതിയിൽ റഷ്യ ആക്രമണം ശക്തമാക്കുമെന്നാണ് സെലൻസ്കിയുടെ അടിയന്തര മുന്നറിയിപ്പ്. ഇത് സംഭവിച്ചാൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൂർണ്ണമായും ഇരുട്ടിലാവുകയും ചൂട് പകരാനുള്ള സംവിധാനങ്ങൾ നിലയ്ക്കുകയും ചെയ്യും. യുക്രൈൻ നേരിടുന്ന ഈ ഊർജ്ജ പ്രതിസന്ധി കേവലം വെളിച്ചത്തിന്റെയോ വൈദ്യുതിയുടെയോ മാത്രം പ്രശ്നമല്ല. -ഡിഗ്രിയിലേക്ക് താപനില താഴുന്ന യുക്രൈനിലെ ശൈത്യകാലത്ത് കെട്ടിടങ്ങൾക്കുള്ളിൽ ചൂട് നിലനിർത്താൻ ഉപയോഗിക്കുന്ന കേന്ദ്രീകൃത ഹീറ്റിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഇത്തരം തെർമൽ പവർ പ്ലാന്റുകളെ ആശ്രയിച്ചാണ്. അതിനാൽ പവർ പ്ലാന്റുകളുടെ തകർച്ച ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെ തന്നെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. റഷ്യ തങ്ങളുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായി വൈദ്യുതി നിലയങ്ങളെയും ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകളെയും നിരന്തരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർക്കുകയാണ്. പരമ്പരാഗത യുദ്ധമുറകൾക്ക് പുറമെ എതിരാളിയുടെ സാമ്പത്തിക ശൃംഖലയെയും ജനജീവിതത്തെയും നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോ ഈ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നത്. ഇത് യുക്രൈൻ സർക്കാരിന് മേൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വവും സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. മുൻ വർഷങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം മുൻപത്തേക്കാൾ കൂടുതൽ സങ്കീർണമാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം പഴയപടി തകരാറുകൾ പരിഹരിക്കാനുള്ള സാങ്കേതിക ഉപകരണങ്ങളുടെയും ഉപകരണ ഭാഗങ്ങളുടെയും ദൗർലഭ്യം രാജ്യത്ത് രൂക്ഷമാണ്. ഇതിനൊപ്പം സാമ്പത്തിക ദൗർലഭ്യം കൂടി ചേരുമ്പോൾ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായി മാറുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്ന കീവിന് തകർന്നടിഞ്ഞ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്ര സഹായങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായത്തിലും ആയുധ വിതരണത്തിലും ഉണ്ടാകുന്ന കാലതാമസം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കുന്നു. ഇത് ഊർജ്ജ മേഖലയിലെ അടിയന്തര നവീകരണങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻവെർട്ടറുകളും ജനറേറ്ററുകളും വാങ്ങുക എന്നത് സാമ്പത്തികമായി ഏറെ പ്രയാസകരമായ കാര്യമാണ്. ദീർഘനാളായി തുടരുന്ന യുദ്ധം കാരണം തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രാജ്യത്ത് രൂക്ഷമാണ്. വലിയ തുക ചെലവഴിച്ച് സ്വകാര്യ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താൻ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്കും കഴിയുന്നില്ല. ഇത് വരാനിരിക്കുന്ന ദിനങ്ങളിൽ വലിയൊരു സാമൂഹിക അസമത്വത്തിനും മാനുഷിക പ്രതിസന്ധിക്കും വഴിവെച്ചേക്കാം. നഗരപ്രദേശങ്ങളിലെ വൻകിട അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ജനങ്ങളാണ് കൂടുതൽ ദുരിതത്തിലാകാൻ പോകുന്നത്. വൈദ്യുതിയും കുടിവെള്ള വിതരണവും കേന്ദ്രീകൃത ഹീറ്റിംഗും നിലയ്ക്കുന്നതോടെ ഉയർന്ന കെട്ടിടങ്ങളിൽ ജീവിക്കുക എന്നത് അസാധ്യമായി മാറും. ഇതോടെ നഗരങ്ങളിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലേക്കോ മറ്റു സുരക്ഷിത പ്രദേശങ്ങളിലേക്കോ ഉള്ള ജനങ്ങളുടെ കൂട്ടപലായനവും സാധ്യതയേറെയാണ്. ഈ ഗുരുതര സാഹചര്യം തരണം ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അടിയന്തര ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ യുക്രൈൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വൻകിട മൊബൈൽ ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, ഇന്ധനം എന്നിവ അടിയന്തരമായി എത്തിച്ചില്ലെങ്കിൽ രാജ്യത്തെ ആശുപത്രികളുടെ പ്രവർത്തനവും ആശയവിനിമയ ശൃംഖലകളും പോലും പൂർണ്ണമായും നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും. വരും മാസങ്ങളിൽ യുക്രൈന്റെ നിലനിൽപ്പ് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം യുദ്ധക്കളത്തിലെ മുന്നേറ്റങ്ങൾ മാത്രമല്ല, മറിച്ച് തണുപ്പിന് രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നത് കൂടിയായിരിക്കും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലത്തെ ഒരായുധമാക്കി മാറ്റി യുക്രൈനിയൻ ജനതയുടെ മനോവീര്യം തകർക്കുക എന്ന ലക്ഷ്യം വ്യക്തമാണ്. ജനങ്ങളുടെ വൻതോതിലുള്ള പ്രതിഷേധമോ സർക്കാരിനെതിരെയുള്ള വികാരമോ സൃഷ്ടിക്കുക എന്നതും ഇതിന്റെ പിന്നിലെ തന്ത്രമാണ്.
എന്നാൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ കണക്കിലെടുത്ത പ്രാദേശിക തലത്തിൽ അടിയന്തര സഹായ കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും തുറക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സൗജന്യമായി ചൂടും ഭക്ഷണവും താൽക്കാലിക വൈദ്യുതിയും നൽകുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി ഇവ തികച്ചും അപര്യാപ്തമാണ്. മേജർ ഫെഡോറോങ്കയുടെയും പ്രസിഡന്റ് സെലൻസ്കിയുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്നത് കേവലം ഒരു കാലാവസ്ഥാ മാറ്റമല്ല, മറിച്ച് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടമാണെന്നാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും വിഭവങ്ങളെയും പരമാവധി ചൂഷണം ചെയ്യുന്ന ഈ പ്രതിസന്ധി കീവ് ഭരണകൂടത്തിനുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. യുദ്ധരംഗത്ത് പ്രതിരോധം ശക്തമാക്കുമ്പോഴും ആഭ്യന്തരമായ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് യുക്രൈന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള അടിയന്തര ഇടപെടലുകളും തന്ത്രപ്രധാനമായ ആസൂത്രണങ്ങളും ഇല്ലാതെ വരാനിരിക്കുന്ന ശൈത്യകാല ദുരിതങ്ങളെ മറികടക്കുക യുക്രൈന് എളുപ്പമാകില്ല.